നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചോദ്യം ഉത്തരം പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി സംസ്ഥാന റവന്യൂ മന്ത്രി ശ്രീ ഇ ചന്ദ്രശേഖരൻ. സ്വാഗതം ശ്രീ ഇ ചന്ദ്രശേഖരൻ. കയ്യേറ്റക്കാരിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കുക, കുടിയേറ്റക്കാരെ സംരക്ഷിക്കുക, ഇതാണ് സർക്കാർ നയമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയനും അതുപോലെ സംസ്ഥാന റവന്യൂ മന്ത്രിയായ താങ്കളും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സർക്കാർ നയം നടപ്പാക്കാൻ ഇറങ്ങിത്തിരിച്ച ഉദ്യോഗസ്ഥനാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്നത് വഴി സർക്കാർ നൽകുന്ന സന്ദേശം എന്താണ്? കുടിയേറ്റക്കാരെ സംരക്ഷിക്കുകയും കയ്യേറ്റക്കാരെ ഭൂമി ഒഴിപ്പിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് ഗവൺമെൻറ് നയം. ശ്രീറാം വെങ്കിട്ടരാമനെ അവിടെ നിയമിച്ചത് മുഖ്യമന്ത്രിയും ഞാനും തമ്മിൽ ആലോചിച്ച് തന്നെയാണ്, അല്ലാതെ വെറുതെ അവിടെ വന്നതല്ലല്ലോ. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അയാൾ അവിടെ നിന്ന് ഇപ്പോൾ മാറിപ്പോകുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് കയ്യേറ്റം ഒഴിപ്പിക്കുക എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിലോ നയത്തിലോ മാറ്റം വരാൻ പോകുന്നില്ല. ആ ഉദ്യോഗസ്ഥൻ ഒരാൾ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചത് എന്ന ഒരു ധാരണയിലെത്തുന്നതും ശരിയല്ല. ഗവൺമെൻറ് ഒരു നയത്തിൻ്റെ ഭാഗമാണിത്. എന്നാൽ അതേസമയം ആ ഉദ്യോഗസ്ഥൻ വളരെ താല്പര്യപൂർവ്വം നിശ്ചയദാർഢ്യത്തോടെയും വാശിയോടെയും അദ്ദേഹത്തിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നു എന്ന വസ്തുതയാണ്. അതിനെല്ലാ സമയത്തും അദ്ദേഹത്തെ ആ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഞാൻ അഭിനന്ദിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ അതുകൊണ്ട് അദ്ദേഹം എല്ലാ കാലത്തും അതേ പോസ്റ്റിൽ ഇരുന്നു കൊള്ളണം എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു ശരിയുമില്ലല്ലോ. അതിൻ്റെയൊക്കെ ഭാഗമായി ഭരണപരമായ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ അവിടെ നിന്ന് സ്ഥലം മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കാൻ പോവുകയല്ല. അതിന് പകരമായി ആര് വന്നാലും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കും. കയ്യേറ്റം ഒഴിപ്പിക്കുക എന്ന ഗവൺമെൻറ്റിൻ്റെ സമീപനവും നയവും മുന്നോട്ട് കൊണ്ടുപോകും. ഭരണപരമായ ഒരു തീരുമാനമെന്ന് താങ്കൾ പറഞ്ഞു. ഈ ഭരണപരമായ തീരുമാനം എന്ന് പറയുമ്പോൾ നമ്മുടെ സർവീസ് ചട്ടങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഒരു ഉദ്യോഗസ്ഥനെ ഇത്രാമത്തെ വർഷം, ഇത്രാമത്തെ മാസം, ഇത്രാം തീയതി, ഇത്രാമത്തെ മണിക്കൂറിൽ മാറ്റണം എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഭരണപരമായ തീരുമാനമെന്ന് താങ്കൾ പറയുമ്പോൾ അത് ഫ്ലെക്സിബിളുമാണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്ന ഒരു തീരുമാനമാണ്. ഇവിടെ പ്രശ്നം എന്താണ്? ഏത് ഘട്ടത്തിൽ ആ ഉദ്യോഗസ്ഥൻ സ്ഥലം മാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കയ്യേറ്റം ഒഴിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നു, അതിന് അനുകൂലമായി ഗവൺമെൻറ് ഒരു വിധിയുണ്ടാകുന്നു, ആ വിധി നടപ്പാക്കാൻ പോലും അവസരം നൽകാതെ നിങ്ങൾ അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നു. അതാണ് സംശയത്തിന് സാഹചര്യമൊരുക്കുന്നത്. ഇതിൽ സംശയത്തിൻ്റെ യാതൊരു സ്ഥിതിയുമില്ല എന്നതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കാരണം ഇതിനു മുമ്പ് എത്ര തവണ അദ്ദേഹം കയ്യേറ്റം ഒഴിപ്പിക്കാൻ പോകുമ്പോഴൊക്കെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഇപ്പോൾ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് താങ്കളും കൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അതെ, അപ്പോഴൊന്നും മാറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഏതവസരത്തിൽ മാറ്റിയാലും ഇത് അനവസരത്തിലായിപ്പോയി എന്ന് പറയുന്നതിൽ കാര്യമില്ല. തീർച്ചയായും ഇപ്പോൾ വന്നിട്ടുള്ള കോടതി വിധിയും അതിനെ തുടർന്ന് അവിടെ അനധികൃതമായ കൈവശം വെച്ചുകൊണ്ടിരുന്ന ഒരു ഹോം സ്റ്റേ അത് ഒഴിപ്പിക്കാനുള്ള തീരുമാനവും ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിൻ്റെ നടപടി ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ അവിടെ വന്നാൽ അത് നിർവഹിക്കും. അതുകൊണ്ട് ഇതൊരു വിഷയമായി നമ്മൾ പറയുന്നതിൽ കാര്യമില്ല. കാര്യക്ഷമതയോടുകൂടി, വാശിയോടുകൂടി, ഉത്തരവാദിത്വബോധത്തോടുകൂടി തന്നെ അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കിയെന്ന് താങ്കൾ പറഞ്ഞിട്ടുള്ള, താങ്കൾ തന്നെ നേരിട്ട് പലവട്ടം അഭിനന്ദിച്ചിട്ടുള്ള ഈ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കയ്യേറ്റക്കാർക്കൊരു വിജയമായി മാറുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു സ്ഥലം മാറ്റം നടത്തുമ്പോൾ ഇനി വരുന്ന ഉദ്യോഗസ്ഥരും ഇനി അവിടെ ഇടപെടാൻ ഭയക്കുന്നൊരു സാഹചര്യമാണ് സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരികയും ഒരുപാട് വിവാദങ്ങൾ വരികയും ചെയ്യുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ അത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതല്ല, അവിടെ പകരമായി വരുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കും. അതിന് പറ്റിയ ഉദ്യോഗസ്ഥരെ തന്നെയാണ് അവിടെ നിയോഗിക്കുന്നത്. ഈ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണോ ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റം എന്ന് പറഞ്ഞാൽ? അദ്ദേഹത്തെ സബ് കളക്ടർ സ്ഥാനത്ത് നിന്ന് ഒരു അപ്രധാനമായ തസ്തികയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. എംപ്ലോയ്മെൻറ്റും ഇല്ല, ട്രെയിനിങ്ങും ഇല്ല, അവിടുത്തെ ഒരു ഡയറക്ടർ സ്ഥാനത്തേക്കാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. അതൊരു നല്ല റിവാർഡാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ആകെ ഉത്തരവാദിത്വം വഹിക്കാൻ കഴിയുന്ന പോസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ഡയറക്ടർ പോസ്റ്റ്. ഞാനതൊരു പ്രത്യേകമായി അദ്ദേഹത്തിന് കൊടുത്ത ഒരു അംഗീകാരമായി ഞാൻ പറയുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് കൊടുത്ത യാതൊരു തരത്തിലുള്ള അദ്ദേഹത്തെ തരം താഴ്ത്തി കാണിക്കാനുള്ള നടപടിയുടെ ഭാഗവുമല്ല. പക്ഷേ പാപ്പാത്തി ചോലയിലെ ഈ കുരിശ് നീക്കുന്ന സമയം മുതൽ കഴിഞ്ഞ ദിവസങ്ങൾ വരെ, ഈ ട്രാൻസ്ഫറിൻ്റെ സമയം വരെ, ആ തീരുമാനം എടുക്കുന്നവരെ എന്തെല്ലാം സമ്മർദ്ദങ്ങളാണ് താങ്കളടക്കമുള്ള ആളുകൾ നേരിട്ടത് ഈ ശ്രീറാം വെങ്കിട്ടരാമനെ ആ സ്ഥലത്ത് നിന്ന് മാറ്റാൻ? നിങ്ങളുടെ മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള, താങ്കളുടെ സഹപ്രവർത്തനായിട്ടുള്ള എം എം മണി അടക്കമുള്ള ആളുകളാണ് ഉദ്യോഗസ്ഥനെതിരെ രംഗത്ത് വന്നത്. താങ്കളുടെ മുന്നണിയിലെ MLA ആണല്ലോ പറഞ്ഞത് ഇവിടെ രണ്ടു കാലിൽ തിരിച്ചു പോകില്ല എന്നും മറ്റുള്ള ഭീഷണികളുണ്ടായിരുന്നു. അപ്പോൾ ഇതങ്ങനെ വളരെ ലളിതമായി സംഭവിച്ച, വളരെ സാധാരണമായി സംഭവിച്ച ഒരു സ്ഥലം മാറ്റമായിട്ട് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടില്ല.
ഏതെങ്കിലും MLA യോ മന്ത്രിയോ നടത്തിയ അഭിപ്രായ പ്രകടനത്തെക്കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല. അതൊക്കെ അവരവരുടേതായ അഭിപ്രായങ്ങൾ അവർ പ്രകടിപ്പിച്ച് കാണും. ഗവൺമെൻറ് എന്ന നിലയിൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നടപടിയിൽ മറ്റൊരു തരത്തിലുള്ള തെറ്റിദ്ധാരണയും ഉണ്ടാകേണ്ടതില്ല എന്നതാണ് എനിക്ക് നൽകാനുള്ള സന്ദേശം. അല്ല, അങ്ങനെയാണ് എങ്കിൽ ഈ തീരുമാനം എടുത്തിട്ടുള്ള മന്ത്രിസഭാ യോഗത്തിൽ താങ്കളുടേത് മാത്രമായിരുന്നല്ലോ ഒറ്റപ്പെട്ട ശബ്ദം. ഇതൊരു തെറ്റായ സന്ദേശം നൽകുമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. അങ്ങനെ പറയുന്നതും ശരിയല്ല. CPIയുടെ 4 മന്ത്രിമാരാണ് ആ മന്ത്രിസഭയിലുള്ളത്. നിങ്ങൾ 4 പേർ ശക്തമായൊരു അഭിപ്രായം പറഞ്ഞിരുന്നുവെങ്കിൽ, ഒറ്റക്കെട്ടായി പറഞ്ഞിരുന്നുവെങ്കിൽ, CPI എന്ന് പറഞ്ഞ ഈ മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയാണ്. അത്ര ലളിതമായി മുഖ്യമന്ത്രിക്ക് അത് തള്ളിക്കളയാൻ കഴിയുമായിരുന്നില്ല. അപ്പം ഒറ്റക്കെട്ടായി ആ പ്രശ്നം അവതരിപ്പിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടോ? അല്ല, അങ്ങനെ പറയുന്നതിൽ എന്താണ് കാര്യം? ഒരു ഉദ്യോഗസ്ഥൻ്റെ സ്ഥാനമാറ്റം അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്കുള്ള നിയമനം, അത് സംബന്ധിച്ച് മന്ത്രിസഭക്കകത്ത് എന്താണ് വാദങ്ങളും വാദപ്രതിവാദങ്ങളും അഭിപ്രായ സംഘടനകളും ഒക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ ശരിയല്ലല്ലോ. അതിൻ്റെ കാര്യമില്ലല്ലോ. അല്ല, ഈ CPM മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയെ കണ്ടാൽ മുട്ടടിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. CPI മന്ത്രിമാർക്കും അത് ബാധകമാണോ? ഞാൻ ഈ പറയുന്ന ആരുടെയെങ്കിലും മുട്ടടിക്കുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മുട്ടടിക്കാറില്ല. കാനം രാജേന്ദ്രൻ പറഞ്ഞ എന്താണ്? CPM മാത്രമല്ല ഈ മന്ത്രിസഭ. താങ്കളുടെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പറഞ്ഞ വാക്കാണ്. എന്നാൽ പിണറായി വിജയൻ അത് വ്യക്തമായി തെളിയിച്ചിരിക്കുന്നു. ഈ മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ CPM എന്നല്ല, താൻ തന്നെയാണ് ഈ മന്ത്രിസഭ, താനാണ് ഈ തീരുമാനമെടുക്കുക. അത്തരം ഒരു പ്രഖ്യാപനമായിരുന്നു ഈ നടപടിയിലൂടെ നടത്തിയത്. താങ്കളുടെ അഭിപ്രായം? അല്ല, താങ്കളുടെ സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ കനത്ത മറുപടിയാണ്, കനത്ത പ്രഹരമാണിത്. അതല്ല, അങ്ങനെ പറയുന്നതിൽ കാര്യമില്ലല്ലോ. പാർട്ടി എന്ന നിലയിൽ വ്യത്യസ്തങ്ങളായ പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ CPIM-ഉം. ഏത് വിഷയത്തെക്കുറിച്ചായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ ബന്ധപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം പരസ്യമായി പ്രകടിപ്പിച്ചു എന്നും വരും. ആ അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ തിരിച്ച് മറ്റൊരു പുറത്തു നിന്നുണ്ടാകുന്ന തീരുമാനം ഇതിന് മറുപടിയാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതുമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. അല്ല, ഇപ്പോൾ ഈ ക്യാബിനറ്റ് കൂടുന്നതിന് മുമ്പ് ക്യാബിനറ്റ് നോട്ട് നിങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അപ്പം ഇവിടെ ഇതൊരു ഔട്ട് ഓഫ് ദി അജണ്ട ആയിട്ടാണ് ചീഫ് സെക്രട്ടറി ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അക്കാര്യത്തിൽ മന്ത്രിസഭ തീരുമാനമെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോഴും പറയാമല്ലോ, അടുത്ത മന്ത്രിസഭയിലേക്ക് മാറ്റിവെക്കാം, ഒരാഴ്ചത്തെ സമയം തരും, ഞങ്ങൾക്ക് പാർട്ടി നേതൃത്വമായിട്ട് ആലോചിക്കണം എന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാമായിരുന്നില്ല. അപ്പോഴും ഈ പറയുന്ന ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുമായിരുന്നില്ല. ഇതിനെക്കുറിച്ച് പത്രങ്ങളിൽ വരുന്ന വാർത്തയും നമ്മുടെ മാധ്യമങ്ങളിൽ പൊതുവെ വരുന്ന വാർത്തയും വസ്തുതയും തമ്മിൽ വലിയ ബന്ധമില്ല. അത് താങ്കൾക്ക് വ്യക്തമാക്കാം. ഇപ്പോൾ സെക്രട്ടറിമാരുടെ മാറ്റം, കളക്ടർമാരുടെ മാറ്റം, സബ് കളക്ടർമാരുടെ മാറ്റം, ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും സ്ഥിരമായി ഒരു അജണ്ടയായി വന്ന് തീരുമാനിക്കുന്നു എന്ന് പറയുന്ന ധാരണ തന്നെ പലപ്പോഴുമില്ല. സാധാരണ പലപ്പോഴും തയ്യാറാക്കി വന്ന അജണ്ടയ്ക്ക് പുറത്താണ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥാനമാറ്റത്തെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കാറ്. അത് അസ്വാഭാവികമായി ഒന്നുമില്ല. അല്ല, പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുക, ഒരു ഉദ്യോഗസ്ഥൻ സർക്കാരിൻ്റെ കണ്ണിലെ കരടാണ്, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കയ്യേറ്റ മാഫിയ ശക്തമായി നിലപാടെടുക്കുന്നു, ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു. ആ സമയത്താണ് അനുകൂലമായൊരു ഹൈക്കോടതി വിധി നടപ്പാക്കാൻ പോലും അവസരം നൽകാതെ നിങ്ങൾ അദ്ദേഹത്തെ മാറ്റുന്നത്. നിങ്ങൾ കീഴടങ്ങുകയാണ്. ഇവിടെയാണ് പ്രശ്നം. എത്ര തവണയാണ് അദ്ദേഹത്തെ മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോഴൊന്നും മാറ്റിയില്ലല്ലോ. അപ്പോൾ ആ മാറ്റാതിരുന്നതിൻ്റെ ഉത്തരവാദിത്വവും ക്രെഡിറ്റും ആർക്കുള്ളതാണ്? ഇപ്പോൾ മാറ്റിയപ്പോഴുള്ളതിൻ്റെ ആർക്കാണ് അതിൻ്റെ നേട്ടമായി നിങ്ങൾ ചിത്രീകരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇപ്പോൾ കാനം രാജേന്ദ്രൻ തന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ നയം നടപ്പാക്കുന്ന ഒരൊറ്റ ഉദ്യോഗസ്ഥനെയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്നാണ്. അതിൻ്റെ വ്യക്തമായ സൂചന ഈ ശ്രീറാം വെങ്കിട്ടരാമനെ പോലുള്ള ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള നീക്കം നടക്കുന്നു, അണിയറ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ് കാനം രാജേന്ദ്രൻ നൽകുന്നത്. തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞത് പാർട്ടിയുടെ നിലപാടാണ്. ആ നിലപാടിനെ കുറിച്ച് ഞങ്ങൾക്കാർക്കും സംശയമില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാടാണ്, അതിലൊരു തർക്കമില്ല. പക്ഷേ ഭരണപരമായൊരു കാര്യം വരുമ്പോൾ, അത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു തീരുമാനമെടുക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ ഒരു പാർട്ടിയുടെ അഭിപ്രായം മാത്രമല്ലല്ലോ നടക്കുക. രാഷ്ട്രീയ പാർട്ടികൾ, ഏതെല്ലാം പാർട്ടികൾ എന്ത് അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും ഒരു മുന്നണി ഗവൺമെൻറ് ആകുമ്പോഴും ആ മുന്നണിക്കകത്തുള്ള ആലോചനകൾ നടത്തി ഗവൺമെൻറ് തലത്തിൽ വരുമ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന തീരുമാനം, പ്രായോഗികമായ തീരുമാനം ഇവിടെ എടുക്കേണ്ടി വരുന്നു എന്ന വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണ്. പാർട്ടികളെ പറയുന്ന കാര്യങ്ങൾ മാത്രം തീരുമാനിക്കാൻ കഴിയില്ലെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതുകൊണ്ട് പാർട്ടിയുടെ അഭിപ്രായം തീർച്ചയായും വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, കർത്തവ്യം വേണ്ടതുപോലെ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അവർ സംരക്ഷിക്കപ്പെടണം. അവർ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ അത്തരം സന്ദർഭങ്ങളിൽ അഭിനന്ദിച്ചിട്ടുമുണ്ട്. അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. അല്ല, അതാണ് CPI ചെയ്തത്, CPIയുടെ അംഗമായിട്ടുള്ള താങ്കൾ ചെയ്തത്. അപ്പോൾ ശ്രീറാം വെങ്കിട്ടരാമനെ ഈ നിർണായക ഘട്ടത്തിൽ സ്ഥലം മാറ്റിയതിൻ്റെ ഉത്തരവാദിത്വത്തിന് CPM-ന് മാത്രമാണ്. കാരണം താങ്കളുടെ പാർട്ടിയുടെ നിലപാട് വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്തിട്ടുള്ളത് മന്ത്രിസഭയാണ്. നമ്മൾ അങ്ങനെ വ്യാഖ്യാനിച്ച് അത് ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരാളിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന രീതിയിലേക്ക് പോകുന്നതിൽ ന്യായമില്ല. ഇപ്പോൾ മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറ്റം.